ഇന്ദ്രപ്രസ്ഥം സിനിമ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അതില് കിരൺ വർമ്മ എന്ന കഥാപാത്രം ചെയ്ത ഒരു നടനുണ്ട്, അക്ഷയ് ആനന്ദ്. ആ സിനിമയിലെ 2 പ്രധാനപ്പെട്ട പാട്ടുകളിൽ സിമ്രാനോടൊപ്പം അഭിനയിച്ചിട്ടുള്ള നടൻ. അദ്ദേഹം ഒരു ഹിന്ദി നടനാണ്. അദ്ദേഹവും നമ്മുടെ കിങ് ഖാൻ ഷാറൂഖ് ഖാനും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. അതൊരു വലിയൊരു കഥയാണ്, ഞാൻ പറയാം. അതായത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് 80കളുടെ ഒക്കെ ഒരു അവസാനം കരൺ ജോഹർ അന്ന് സ്കൂൾ പഠനം കഴിഞ്ഞ് +2 കഴിഞ്ഞ് നിൽക്കുകയാണ്. കരൺ ജോഹർ ഒരു സിനിമാ കുടുംബമാണ്. യാഷ് ജോഹർ എന്ന വലിയൊരു എല്ലാവരും ബഹുമാനിക്കുന്ന വലിയൊരു ബിസിനസ്സുകാരനും ഒരു സിനിമ നിർമ്മാതാവൊക്കെയാണ്. അങ്ങനെ +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് കരൺ ജോഹറിന് ഒരു ഓഫർ സീരിയൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട്, അത് ഒരു വെക്കേഷൻ സമയമായതുകൊണ്ട് ഇവരുടെ ഒരു ഫാമിലി ഫ്രണ്ട് ആനന്ദ് മഹേന്ദ്രു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു സീരിയൽ തുടങ്ങാൻ പോകുന്നു. ആ സീരിയൽ അഭിനയിക്കാനായിട്ട് കുറച്ച് കുട്ടികളെ വേണം. അപ്പൊ അന്ന് കരൺ ജോഹറിന് കുറച്ച് തടിയൊക്കെ ഉള്ള ഒരു സമയമാണ്. അപ്പൊ അതിലെ ഒരു നായകന്റെ സുഹൃത്തായിട്ടോ അങ്ങനെ എന്തൊരു വേഷമാണ്. അപ്പോൾ കരൺ ജോഹറിന്റെ അമ്മേനെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഒന്ന് മകനെ അയക്കൂ, ഓഡിഷൻ അയക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ കരൺ ജോഹർ പിറ്റേ ദിവസം അവിടെ ഈ സംവിധായകന്റെ ഓഫീസിൽ ചെല്ലുന്നു. അപ്പോൾ അദ്ദേഹം വന്ന് വേറെന്തോ തിരക്കിലാണ്. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്തു. ആ സമയത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ, ഈ ആനന്ദ് എന്ന ഡയറക്ടറുടെ അസിസ്റ്റന്റ് ഡയറക്ടർ വന്നിട്ട് ഒരു 2 പേജ് ഒരു സ്ക്രിപ്റ്റ് ഒക്കെ കൊടുത്തിട്ട് പറഞ്ഞു, ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കൂ. അത് കഴിഞ്ഞിട്ട് ഡയറക്ടർ വന്നിട്ട് ഓഡിഷൻ ചെയ്യും, അപ്പോഴേക്ക് ഡയലോഗ്സ് ഒക്കെ ഒന്ന് പഠിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ കരൺ ജോഹർ അതൊക്കെ ഇരുന്ന് വായിച്ചു. ഈ സമയത്ത് മറ്റൊരു പയ്യൻ എന്ന് പറഞ്ഞാൽ കരൺ ജോഹറിനെക്കാട്ടും കുറച്ച് സീനിയർ ആണ്, ലുക്ക് വൈസ് ഏജ് വൈസ് ഒക്കെ. ഒരാൾ അപ്പുറത്തിരുന്നിട്ട് വളരെ സില്ലി ആയിട്ട് അവിടെ ഇരുന്നിട്ട് എന്തോ ഒരു പസിലൊക്കെ ഫിൽ ചെയ്തുകൊണ്ടിരിക്കുക, ഒരു പസിൽ കളിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ എന്തോ ആണത്. എന്നിട്ട് അവിടുന്ന് ഇടയ്ക്ക് കാപ്പി കുടിക്കുന്നു, സിഗരറ്റ് എടുത്ത് വലിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പേടിയോ, ബാക്കിയുള്ളവരൊക്കെ അവിടെ ഓഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന ഭയങ്കര പേടിയോടെ കൂടിയൊക്കെയാണ് ഇരിക്കാറുണ്ട്. ഇദ്ദേഹത്തിന്റെ അങ്ങനെ വളരെ ചില്ലായിട്ടിരിക്കുന്ന ഒരു വ്യക്തി. അപ്പൊ ഭയങ്കര ഈ ഒരു കഥാപാത്രത്തെ കണ്ടിട്ട് കരൺ ജോഹർ എന്നെ ശ്രദ്ധിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ എവിടെയാണെന്ന് എനിക്കപ്പോൾ ഓർമ്മ വന്നില്ല. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡയറക്ടർ വന്നു, ഈ ആനന്ദ് എന്ന ഡയറക്ടർ വന്നു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ അമ്മ വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പൊ ഇവര് ഫാമിലി ഫ്രണ്ട്സ് ആയതുകൊണ്ട്, യാഷ് ജോഹറിന്റെ മകനായതുകൊണ്ട് ആ ഒരു രീതിയിലാണ് അദ്ദേഹത്തോട് പെരുമാറിയത്. എന്നിട്ട് മറ്റേ പയ്യന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഐ എം സോറി എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ആ പയ്യൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, എന്നെ സെലക്ട് ചെയ്തിട്ടില്ല, എനിക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ സീരിയലിൽ അഭിനയിക്കാൻ താല്പര്യമൊന്നുമില്ല. അപ്പൊ ഈ ഡയറക്ടർ ഞെട്ടി. പറഞ്ഞു, താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇല്ല, എനിക്ക് താല്പര്യമില്ല. അപ്പൊ ചോദിച്ചു, അത് പറയാൻ വേണ്ടിയാണോ ഇത്ര നേരം ഇവിടെ ഇരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എനിക്ക് സിനിമയിലാണ് എനിക്ക് ഫോക്കസ് ചെയ്യാൻ താല്പര്യമുള്ളൂ, എനിക്ക് സീരിയൽ ചെയ്യാനൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ പയ്യൻ പോയി. അത് പോയി കഴിഞ്ഞപ്പോൾ ഡയറക്ടർ കരൺ ജോഹറിന്റെ അടുത്ത് പറഞ്ഞു, അവൻ ഒരു സീരിയൽ എന്തോ അഭിനയിച്ചിട്ടുണ്ട്, ഫൗജി എന്നാണ് സീരിയലിന്റെ പേര്, അവനെ അറിയുമെന്ന് ചോദിച്ചു. പറഞ്ഞു, അവന്റെ പേരാണ് ഷാറൂഖ് ഖാൻ, അവൻ എന്തൊരു ജാടയാണ്, അഹങ്കാരമാണ്, അങ്ങനെ എന്തോ പറഞ്ഞത് പറഞ്ഞു. അവന് സിനിമയിൽ അഭിനയിക്കുന്നത് കുഴപ്പമില്ല, എന്നാലും അവനെ സെലക്ട് ചെയ്യുന്നില്ല, അവനെക്കാട്ടും നല്ല ലുക്കുള്ള ഒരു പയ്യനെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ വെച്ചിട്ട് ഒരു പയ്യനെ കാണിച്ചു. ആ പയ്യനാണ് അക്ഷയ് ആനന്ദ്. എന്നിട്ട് പറഞ്ഞു, ഇവനെയാണ് ഞാൻ നായകനാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ശരിക്ക് അക്ഷയ് ആനന്ദിന്റെ പേര് ജോൺ എന്നാണ്, ജോൺ ഗാർട്ട്നർ, അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ഒന്ന് കാണാൻ ഒരു, നമുക്കറിയാം, നമ്മൾ ഇന്ദ്രപ്രസ്ഥം സിനിമ കണ്ടിട്ടുണ്ട്, ഒരു സുന്ദരനായിട്ടുള്ള ഒരു നടനാണ്. അപ്പൊ അദ്ദേഹമാണ് അതിൽ അഭിനയിച്ചിട്ടുള്ള. വേറെ കുറെ പേര് ആ സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്. ആ സീരിയലിന്റെ പേരാണ് ഇന്ദ്രധനുഷ്. അത് പിന്നീട് ദൂരദർശനിലാണ്, DD നാഷണൽ ആണ്, ദൂരദർശനേ ഉള്ളൂ, നമുക്കറിയാം. അപ്പൊ ഫൗജി എന്ന സീരിയൽ ഓൾറെഡി അന്ന് ഭയങ്കര ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എനിക്കൊക്കെ ചെറിയൊരു ഓർമ്മ, ഞാൻ അന്ന് LKG UKG പഠിക്കുന്ന ഒരു സമയമാണ്. അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂ, വീട്ടിൽ TV ഒക്കെ മേടിച്ചിട്ടുള്ള സമയമാണ്. അന്ന് കണ്ട ഒരു ഓർമ്മയുണ്ട്, ഒരു മിലിറ്ററി ഓഫീസേഴ്സിന്റെ ഒക്കെ ഒരു ജീവിതമാണ്. അതിൽ ഷാറൂഖ് ഖാൻ അതിലാണ് വരുന്നത്. പിന്നെ കുറച്ച് സീരിയൽസ് ഒക്കെ അഭിനയിച്ചിട്ടാണ് പിന്നീട് സിനിമയിലേക്ക് വന്നത്. അപ്പൊ കരൺ ജോഹർ ആ സീരിയലിൽ അഭിനയിച്ചു. അതിന് അദ്ദേഹം കോളേജിൽ ചേർന്നു, ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം ആദിത്യ ചോപ്ര, എന്റെ സുഹൃത്തായ ആദിത്യ ചോപ്രയുടെ സിനിമയിലൊക്കെ അസിസ്റ്റ് ചെയ്തു. പിന്നെയാണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടറൊക്കെ ആയി മാറിയത്. പിന്നീട് കുറെ വർഷങ്ങൾ കഴിഞ്ഞ്, ഇത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് കരൺ അർജുൻ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ എന്താണ്, അപ്പോഴേക്കും ഷാറൂഖ് ഖാൻ വലിയ താരമായി മാറി. ഷാറൂഖ് ഖാന്റെ അടുത്ത് കരൺ ജോഹർ പോയപ്പോൾ അന്ന് കരൺ ജോഹർ ഡയറക്ടർ ആയിട്ടില്ല, പക്ഷെ ഇങ്ങനെ അസിസ്റ്റ് ചെയ്തുകൊണ്ടൊരു സമയമാണ്. അപ്പൊ ദിൽവാന ദുൽഹാലിയ ജൈക സിനിമയുടെ ഒക്കെ ഒരു ചർച്ചയൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. എന്നിട്ട് പോയിട്ട് പറഞ്ഞു, നമ്മൾ ഒരിക്കൽ പരിചയപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഷാറൂഖ് ഖാൻ അത് ഓർമ്മയില്ല. അത് ഷാറൂഖ് ഖാൻ അന്ന് ഓഡിഷൻ വന്ന ഓർമ്മയുണ്ട്, പക്ഷെ കരൺ ജോഹർ അന്ന് കണ്ടതായിട്ട് ഓർമ്മയില്ല. കരൺ ജോഹർ അന്ന് കുറച്ച് തടിയുണ്ട്, ഒരു +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പയ്യനാണ്. അപ്പോ കരൺ ജോഹർ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. അന്ന് അക്ഷയ് ആനന്ദിനെ തെരഞ്ഞെടുത്തു. അക്ഷയ് ആനന്ദ് പിന്നീട് കുറെ സീരിയൽസിലും സിനിമയിലൊക്കെ അഭിനയിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ദ്രപ്രസ്ഥത്തിൽ കണ്ടു. പക്ഷെ അന്ന് റിജക്ട് ചെയ്ത ഷാറൂഖ് ഖാൻ എവിടെ എത്തി എന്നുള്ളതാണ്. അപ്പൊ അത് ഒരുപക്ഷെ ഷാറൂഖ് ഖാന്റെ ഡെഡിക്കേഷനും ഫോക്കസ് ആയിരിക്കും. അദ്ദേഹം അവിടെ നിരാശപ്പെട്ടില്ല. അന്ന് അദ്ദേഹത്തിന് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ അച്ചീവ് ചെയ്തിരിക്കും, എനിക്ക് സിനിമയാണ്, ഞാൻ അത് അച്ചീവ് ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസും ആ ഒരു ഫോക്കസോടുകൂടി അദ്ദേഹം
അദ്ദേഹത്തിന്റെ ലൈഫിൽ മുന്നോട്ട് പോയി കുറെ സ്ട്രഗിൾ ചെയ്തു. അങ്ങനെയാണ് ഇന്ന് എത്തി നിൽക്കുന്ന കിങ് ഖാനായി അദ്ദേഹം മാറിയത്. എന്തായാലും ഈ ഫൗജി അതുപോലെ തന്നെ ഇന്ദ്രധനുഷ് ഈ സീരിയൽസ് നിങ്ങൾ ആരെങ്കിലും അന്ന് കണ്ടിട്ടുണ്ടാവാം. നിങ്ങൾ എന്തായാലും 90s കിഡ്സ് ഒക്കെ അന്ന് ചെറിയ കുട്ടിയായതുകൊണ്ട് കണ്ടിട്ടുണ്ടാവാം. മുതിർന്നവർ ഇന്നൊരു ഒരു 70s ജനിച്ചവരാണെങ്കിൽ എന്തായാലും അവരുടെയൊക്കെ ഒരു കൗമാരകാലോ കോളേജ് കാലഘട്ടമായിരിക്കും. നിങ്ങൾ എന്തായാലും ഫൗജിയും ഇന്ദ്രധനുഷും കണ്ടിട്ടുണ്ടാവും. ഈ ഇന്ദ്രധനുഷ് എന്ന് പറയുന്ന സീരിയൽ ഈ അക്ഷയ് ആനന്ദ് ചെയ്ത ക്യാരക്ടർ, കരൺ ജോഹർ ചെയ്ത ക്യാരക്ടർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ ആ ഓർമ്മകൾ നിങ്ങൾ നമുക്ക് കമന്റ് ചെയ്യുക.